നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മിഡിൽ ഗെയിം മനസ്സിലാക്കാം. ചെസ്സ് കളിക്കുന്ന സമയത്ത് ചെസ് ബോർഡിൻ്റെ മധ്യ ഡയഗണലുകൾ ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയും രണ്ട് ലോങ് റേഞ്ച് ബിഷപ്പുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ G5 കൂടി ഓപ്പൺ ചെയ്യാൻ സാധിച്ചാൽ വളരെ ശക്തമായ അറ്റാക്കുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കിപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന ഈ പൊസിഷൻ ഒന്ന് വിലയിരുത്താം. ഇപ്പോൾ വൈറ്റ് ഒരു നൈറ്റ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് G5 ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വൈറ്റിൻ്റെ കിങ് സൈഡ് സേഫാണ്. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് ബിഷപ്പുകളും നൈറ്റും ക്യൂനും രണ്ട് റൂക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല ഒരു അറ്റാക്കാണ് വൈറ്റ് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള പൊസിഷനുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാക്രിഫൈസുകൾ സംഭവിച്ചു കൊണ്ടിരിക്കും. കാരണം ഒരു ബിഷപ്പും ഒരു റൂക്കും ഉണ്ടാവുകയാണെങ്കിൽ ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പൊസിഷനാണ് ഇത്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ബിഷപ്പ് H7, വൈറ്റ് BH7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ കൂടി സാക്രിഫൈസ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. പോൺ F6. എന്നാൽ അപകടം മനസ്സിലാക്കിയ ബ്ലാക്ക് ആ ബിഷപ്പിനെ കിങ് ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയെടുക്കുന്നില്ല. പകരം B2വിലിരിക്കുന്ന ബിഷപ്പിൻ്റെ ഡയഗണൽ പോൺ ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. B ക്രോസ് G8, കിങ് ക്രോസ് G8. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കുന്ന സമയത്ത് കിങ് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കുവാൻ ബ്ലാക്കിനും സാധിക്കുന്നു. ക്യൂൻ G6, ക്യൂൻ ക്രോസ് H6 എന്ന നീക്കം നടത്തുക എന്നുള്ളതാണ് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. വൈറ്റ് H5 കൂടി ഓപ്പൺ ചെയ്യുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിങ് H8, നൈറ്റ് G5, ക്യൂൻ H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് NG5 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം. H ക്രോസ് G5, വൈറ്റിൻ്റെ ഒരു നൈറ്റ് കൂടി സാക്രിഫൈസ് ചെയ്യുന്നു. F ക്രോസ് G5, നൈറ്റ് E7. നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ഈ ഒരു പൊസിഷനിലെ ബെസ്റ്റ് മൂവ് എന്താണെന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. G ക്രോസ് F6, നൈറ്റ് ക്രോസ് G6. വൈറ്റിൻ്റെ ക്യൂനിനെ കൂടി സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ചെസ് ബോർഡിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും വൈറ്റ് സ്വന്തമാക്കുന്നു. H ക്രോസ് G6 പ്ലസ് വൈറ്റ് വളരെ മനോഹരമായിക്കൊണ്ട് H5 ഓപ്പൺ ചെയ്യുന്നു. കിങ് G8. ചെസ് ബോർഡിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു നടന്നിട്ടുള്ളത്. എന്തായിരുന്നു ആ നീക്കം എന്നുള്ളത് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. റൂക്ക് H8 പ്ലസ് കിങ് ക്രോസ് H8. വൈറ്റ് വളരെ സാഹസികമായിക്കൊണ്ട് ഒരു റൂക്കിനെ കൂടി സാക്രിഫൈസ് ചെയ്യുന്നു. പോൺ F7. ഈ ഒരു നീക്കത്തോടു കൂടി ബ്ലാക്ക് റിസൈൻ ചെയ്യുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഈ പൊസിഷനിൽ റിസൈൻ ചെയ്തതെന്ന് നോക്കാം. റൂക്ക് H1 പ്ലസ് എന്ന നീക്കമാണ് അടുത്ത് വൈറ്റ് ലക്ഷ്യം വയ്ക്കുന്നത്. നൈറ്റ് F6, റൂക്ക് H1 പ്ലസ് ബിഷപ്പ് H2. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. റൂക്ക് ക്രോസ് H2 പ്ലസ് നൈറ്റ് H5, റൂക്ക് ക്രോസ് H5 പ്ലസ് ചെക്ക് മേറ്റ്. നമുക്ക് ബ്ലാക്കിൻ്റെ ഒന്നാമത്തെ നീക്കം F6 എന്ന നീക്കത്തിന് പകരം K ക്രോസ് H7 എന്ന നീക്കം എന്തുകൊണ്ടാണ് ബ്ലാക്ക് ചെയ്യാതിരുന്നത് എന്ന് നോക്കാം. K ക്രോസ് H7, ക്യൂൻ G6 പ്ലസ് വൈറ്റ് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തതിന് ശേഷം ക്യൂനിനെ കൂടി സാക്രിഫൈസ് ചെയ്യുന്നു. F ക്രോസ് G6, H ക്രോസ് G6 പ്ലസ് കിങ് H8, റൂക്ക് ക്രോസ് H6 പ്ലസ് ചെക്ക് മേറ്റ്. നമുക്ക് ബ്ലാക്കിൻ്റെ ഒൻപതാമത്തെ നീക്കം NF6 എന്ന നീക്കത്തിന് പകരം BH2 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ബിഷപ്പ് H2
പോൺ F8 സമം ക്യൂൻ പ്ലസ് ചെക്ക്മേറ്റ്. ഇപ്പോൾ BH2 എന്ന നീക്കത്തിന് പകരം ക്യൂൻ H4 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ക്യൂൻ H4 F ക്രോസ് E8 പ്ലസ് ചെക്ക്മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.